നമസ്കാരം. ലോക പോലീസാണ് അമേരിക്ക എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയുടെ ആയുധത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അമേരിക്കയുടെ ആയുധങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് യുദ്ധത്തോടെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും മനസ്സിലായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങാൻ വിമുഖത കാട്ടുന്നതും ഇന്ത്യയുടെ ആയുധങ്ങൾ മതി എന്ന് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്നതും. കുറച്ച് താമസമുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യയുടെ ആയുധങ്ങൾ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അതായത് ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്കാണ് മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കയുടെ അജേയമായ വ്യോമശക്തി എന്ന അവകാശവാദത്തിന് ഇറാൻ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4-ന് ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക F-15E യുദ്ധവിമാനം ഇറാനിയൻ സൈന്യം വെടിവെച്ചിട്ടു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാന്റെ മണ്ണിൽ വീഴുന്ന ആദ്യത്തെ അമേരിക്കൻ യുദ്ധവിമാനമാണിത്. ഇതോടെ അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങൾ പാളുകയും അമേരിക്ക കനത്ത സമ്മർദ്ദത്തിലാകുകയും ചെയ്തിരിക്കുകയാണ്. 2 സൈനികരുണ്ടായിരുന്ന വിമാനത്തിലെ ഒരു സൈനികനെ അപ്പോൾ തന്നെ അമേരിക്ക രക്ഷിച്ചുവെങ്കിലും രണ്ടാമത്തെ ആളെ സമയമെടുത്താണ്, അതായത് അമേരിക്കൻ രക്ഷാസേനയ്ക്ക് കണ്ടെത്താനായത്. ലോകത്തിന്റെ ഏത് കോണിലും കടന്നു ചെന്ന് ആരെയും തകർക്കാമെന്ന അമേരിക്കൻ ധിക്കാരത്തിന് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ മറുപടി നൽകാൻ ഇറാന് സാധിച്ചു. ഇറാന്റെ മണ്ണിൽ തകർന്നു വീണ അമേരിക്കൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അമേരിക്കയുടെ പതനത്തിന്റെ അടയാളമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനികരെ പിടികൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിൽ ഇറാൻ ദശകങ്ങളുടെ പാരമ്പര്യമുണ്ട്. 1979-ലെ പ്രശസ്തമായ എംബസി ഉപരോധം മുതൽ ഇങ്ങോട്ട് അമേരിക്കയുടെ പല വൻ പദ്ധതികളെയും ഇറാൻ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അന്ന് 52 അമേരിക്കക്കാരെ 444 ദിവസം തടങ്കലിൽ വെച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയെ മുട്ടുകുത്തിച്ചിരുന്നു. ഇന്നും ആ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് അമേരിക്കൻ ഭരണകൂടം. 2016-ൽ പേർഷ്യൻ ഗൾഫിൽ വെച്ച് 10 അമേരിക്കൻ നാവികരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് മുട്ടുകുത്തിച്ചത് ലോകം മറന്നിട്ടില്ല. അന്ന് അമേരിക്കൻ സൈനികർ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് മുട്ടുകുത്തി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. അത് അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമായിരുന്നു. ലോക പോലീസുകാരനെന്ന് ചമയുന്ന അമേരിക്കയുടെ സൈനികർ ഇറാനിയൻ സൈന്യത്തിനു മുന്നിൽ നിസ്സഹായരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്രിട്ടീഷ് സൈന്യത്തെയും ഇറാൻ പലതവണ ഇത്തരത്തിൽ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. 2004-ലും 2007-ലും ഇറാനിയൻ ജലാതിർത്തി ലംഘിച്ച ബ്രിട്ടീഷ് സൈനികരെ പിടികൂടുകയും അവരെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിക്കുകയും ചെയ്ത ചരിത്രം ഇറാന്റെ നയതന്ത്ര സൈനിക മികവിന്റെ ഉദാഹരണമാണ്. ലോകശക്തികളെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇറാന്റെ അതിർത്തികളിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ഓരോ തവണയും ഇറാൻ തെളിയിക്കുകയാണ്. കാണാതായ പൈലറ്റിനായുള്ള തിരച്ചിലിൽ ഒരു മത്സരമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കാണാൻ സാധിച്ചിരുന്നത്. ഒരു വശത്ത് അമേരിക്കൻ രക്ഷാദൗത്യവും മറുവശത്ത് ഇറാന്റെ ജനതാ സൈന്യവും. അമേരിക്കൻ സൈന്യത്തിന്റെ വീഴ്ചകൾ പലപ്പോഴും അവരുടെ തന്നെ അന്വേഷണങ്ങളിൽ പുറത്തു വരാറുണ്ട്. 2016-ലെ സംഭവത്തിൽ അമേരിക്കൻ നാവികർക്ക് വഴിതെറ്റിയതാണെന്ന് പിന്നീട് അവർ തന്നെ സമ്മതിച്ചിരുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുണ്ടായിട്ടും ഇറാന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ സൈനികർ പതറിപ്പോകുന്നു എന്നതാണ് വസ്തുത. ശരിയായ നേതൃത്വമില്ലായ്മ കൂടാതെ അമിതമായ ആത്മവിശ്വാസവുമാണ് അമേരിക്കയെ ഇത്തരം പടുകുഴിയിൽ വീഴ്ത്തുന്നത്. യുദ്ധകളത്തിലെ നാശനഷ്ടങ്ങളെക്കാൾ ഉപരിയായി ഒരു സൈനികൻ ഇറാനിയൻ തടവിലാകുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിനു മുന്നിൽ അമേരിക്കൻ സൈനികർ അപമാനിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ അമേരിക്ക ആവതും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരം ലോകത്തിനു മുന്നിൽ വിളിച്ചോതാനുള്ള വലിയൊരു വേദിയാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ അഹങ്കാരത്തിന്റെ ആകാശങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. US F-15E വിമാനം വെടിവെച്ചിട്ടതിലൂടെ തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് ശക്തിയും വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ആയുധങ്ങൾക്കപ്പുറം ഇറാന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ അമേരിക്കൻ സാമ്രാജ്യം വിറങ്ങലിച്ച് പകച്ച് നിൽക്കുകയാണ്.